ഹലോ വെൽക്കം ടു വിങ്സ് ടു ലവ്. ഈ വീഡിയോയിൽ MEG40 കുന്തപ്പടി നിർമ്മലയുടെ മദർ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഒരു തെലുങ്ക് ഫെമിനിസ്റ്റ് പോയറ്റാണ് നമ്മുടെ നിർമ്മല എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഷീ ഹാഡ് ഹെർ എഡ്യൂക്കേഷൻ അറ്റ് വിജയവാഡ ആൻഡ് ഷീ ഡിസ്കണ്ടിന്യൂ ഹെർ സ്റ്റഡി ഓഫ് ജേർണലിസം ഇൻ ഓസ്മാനിയ യൂണിവേഴ്സിറ്റി ടു ബിക്കെയിം എ വർക്കിംഗ് ജേർണലിസ്റ്റ് ആൻഡ് ടേക്ക് അപ്പ് ക്രിയേറ്റീവ് റൈറ്റിംഗ്. സോ കറൻറ്റ് സ്റ്റഡീസ് എന്താണ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ടു ബിക്കെയിം എ വർക്കിംഗ് ജേർണലിസ്റ്റ് ആകാൻ വേണ്ടിയായിരുന്നു. ആൻഡ് ഷീ ബിലീവ്സ് ദാറ്റ് പോയട്രി ഈസ് പവർഫുൾ വെപ്പൺ. സോ പോയട്രി എന്ന് പറയുന്നത് പവർഫുൾ വെപ്പൺ ആയിട്ടാണ് നിർമ്മല കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ദ ഷേപ്പ് ഓഫ് ദ വെപ്പൺ കുഡ് ചേഞ്ച് ബട്ട് നെവർ ദ ടാർഗറ്റ്. മേ ബി എന്താണ് അതിൻ്റെ ഷേപ്പ് എന്താണ് ചേഞ്ച് ചെയ്യാം, ബട്ട് നെവർ ദ ടാർഗറ്റ് എന്ന രീതിയിലാണ് നമ്മുടെ നിർമ്മല പോയട്രിനെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ദ ടൈറ്റിൽ ഇറ്റ്സെൽഫ് ഈസ് ടെല്ലിംഗ് ദാറ്റ് മദർ സീരിയസ് ഡിനോട്ട് ദ ക്രിട്ടിക്കൽ കണ്ടീഷൻ ഓഫ് ഹെർ ഹെൽത്ത് അല്ലേ. സോ ഇവിടെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ഓൾഡ് മദറാണ്, ബെഡ് റിഡൺ ആണ് കേട്ടോ. സോ ലൈക്ക് വൈസ് എന്താണ് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിട്ടുള്ളൊരു മദറാണ് ഇവിടുത്തെ സ്പീക്കർ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് സ്പീക്കർ ടെൽസ് ഹെർ സൺ ദാറ്റ്, സണ്ണിനോട് പറയുന്ന രീതിയിലാണ് ഈ ഒരു പോയം നരേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഷീ ഡസൻറ്റ് ഹാവ് എനി മോർ ഡിസൈർ ടു ലിവ് ഓൺ. സോ ഇനി ഒരുപാട് കാലം ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും എനിക്കില്ല. ആൻഡ് ഷീ സേസ് ഷീ വുഡ് ഗിവ് ആൻ ആൻസർ ഫോർ ഹിസ് അൺആസ്ക്ഡ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ടൈമിൽ നമ്മുടെ സ്പീക്കർ എന്താണ്, നമ്മുടെ അമ്മ എന്താണ്, ഈ കുട്ടി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ എന്താണ് ആൻസർ പറയാൻ റെഡി ആണെന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു പോയം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഐ വിൽ ഗിവ് എ റിപ്ലൈ ടു യുവർ അൺആസ്ക്ഡ് ക്വസ്റ്റ്യൻ. സ്ട്രേഞ്ച്ലി യു ഓൾ സീം എക്സ്പെക്ടിങ് ഇറ്റ്. ഐ ഹാവ് നോ വിഷ് ടു ലിവ് എനി ലോങ്ങർ ഡിയർ സൺ. സോ നീ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും എന്താണ് ഞാനിപ്പോൾ ഉത്തരം പറയാം. ആൻഡ് സ്ട്രേഞ്ച്ലി എന്താണ് നിങ്ങളെല്ലാവരും ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് എനിക്ക് ഇനി ഒരുപാട് കാലം ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്നുള്ളത് എന്താണ് സണ്ണിനോട് പറയാണ് കേട്ടോ. വിത്ത് ഹോളോ വേർഡ്സ് ഓഫ് എംപ്റ്റി കൺസേൺ വിത്ത് ലവ്ലെസ് സ്ട്രോക്സ് യു ഗേവ് മീ എ ഗൾപ്പ് ഓഫ് വാട്ടർ. ഇവിടെ പറയുന്നത് ഷീ ടെൽസ് ഹിം സ്ട്രൈറ്റ് ദാറ്റ് ദ ലിറ്റിൽ മൗത്ത്ഫുൾ ഓഫ് വാട്ടർ ഹി മേക്സ് ഹെർ ഗൾപ്പ് ഈസ് നോട്ട് ജസ്റ്റ് വാട്ടർ ബട്ട് ഈസ് ദ വെരി ഫ്ലോ ഓഫ് ലിവിങ് ആൻഡ് ലൈഫ്. ഇവിടെ പറയുന്നത് എനിക്ക് വേണ്ടി എന്താണ് മകൻ എന്താ കൊടുക്കുന്നത്, ഗെയിം എ ഗൾപ്പ് ഓഫ് വാട്ടർ കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ഇത് ഈ വെള്ളം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ജസ്റ്റ് വാട്ടർ എന്ന രീതിയിലല്ല, ബട്ട് ഈസ് ദ വെരി ഫ്ലോ ഓഫ് ലിവിങ് ആൻഡ് ലൈഫ്. ഒരു ഒഴുക്കാണ്, ലിവിങ്ങിൻ്റെയും അതേപോലെ ലൈഫിൻ്റെ ഒരു ഒഴുക്കാണ് ഈ വാട്ടറിലൂടെ സിംബലൈസ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് നമ്മുടെ മദർ പറയുന്നത് കേട്ടോ. ക്വൈറ്റ് അൺഫീലിംഗ് യുവർ ഹാൻഡ്സ് ആർ മൈ ലൈഫ് ഫ്ലോ റോളിംഗ് ഡൗൺ മൈ ഐസ് ഷീ മേ നോട്ട് ഗോ നൗ ഷീ വിൽ ഹിയർ ബി സൈലൻറ്റ് നോ നീഡ് ടു മൂവ് ടു ഓപ്പൺ മൈ ഐസ്. സോ കൈകൾ എന്താണ് അസ്വസ്ഥതയാണ് അല്ലേ. ക്വൈറ്റ് അൺഫീലിംഗ് യുവർ ഹാൻഡ്സ് ആർ, നിൻ്റെ കൈകളൊക്കെ എന്താണ് അസ്വസ്ഥതയായിട്ടുണ്ട്. ആൻഡ് എൻ്റെ ലൈഫ് ഫ്ലോ എന്ന് പറയുന്നത് ഈ കണ്ണുകളുടെ താഴോട്ട് എന്താണ് ഒഴുകുകയാണ്. മേ ബി ഷീ മേ നോട്ട് ഗോ നൗ, ഇപ്പോൾ അവൾ പോകില്ല. ഷീ വിൽ ഹിയർ, അവൾക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് എന്താണ് ബി സൈലൻറ്റ് നോ നീഡ് ടു മൂവ് ടു ഓപ്പൺ മൈ ഐസ്, എൻ്റെ കണ്ണുകൾ തുറക്കാൻ വേണ്ടി ഒരു മൂവ്മെൻറ്റ് നടത്തണ്ട എന്ന രീതിയിലാണ് നമ്മുടെ മദർ പറയുന്നത് കേട്ടോ. മൈ ഇയേഴ്സ് ലൈക്ക് ട്വിൻ ബോട്ട്സ് ക്യാരി ദ വെയ്റ്റ് ഓഫ് യുവർ വേർഡ്സ് റിമെമ്പർ യു വെർ എ സ്മാൾ ബോയ് ആൻഡ് ഐ ബ്രസ്റ്റഡ് യു ഈവൻ ഇൻ യുവർ സ്ലീപ്പ് നൗ ഐ വിൽ ഗിവ് മൈ റിപ്ലൈ ഐ ഹാവ് നോ വിഷ് ടു ലിവ് എനി ലോങ്ങർ. സോ എന്നെ ഈ രണ്ട് ചെവികൾ എന്താണ് ഒരു ബോട്ട് പോലെയാണ്, ട്വിൻ ബോട്ട്സ് പോലെയാണ്. ആൻഡ് ദാറ്റ് ക്യാരി എന്താണ് ക്യാരി ചെയ്യുന്നത്, നിൻ്റെ ക്വസ്റ്റ്യൻസ്, നിൻ്റെ വേർഡ്സ് ആണ് അത് ക്യാരി ചെയ്യുന്നത്. ആൻഡ് നിനക്ക് ഓർമ്മയുണ്ടോ, നീ ഉറക്കത്തിൽ പോലും ഐ ബ്രസ്റ്റഡ് യു, നിനക്ക് എന്താണ് പാല് നൽകിയിരുന്നു, നീ അത്ര ചെറിയ കുട്ടിയായപ്പോൾ നിനക്ക് ഞാൻ ഉറക്കത്തിൽ പോലും പാല് നൽകിയിരുന്നു എന്ന് അമ്മ പറയുകയാണ്. നൗ ഐ വിൽ ഗീവ് മൈ റിപ്ലൈ, ഇപ്പം ഞാൻ നിനക്ക് നീ ചോദിച്ച ചോദ്യങ്ങൾക്ക് എൻ്റെ റിപ്ലൈ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. ഐ ഹാവ് നോ വിഷ് ടു ലിവ് എനി ലോങ്ങർ, എനിക്കിനി ഒരുപാട് കാലം ജീവിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല എന്നാണ് നമ്മുടെ മദർ ഇവിടെ പറയുന്നത് കേട്ടോ. ഐ ഹിയർ ദ സൗണ്ട്സ് ഓഫ് മെനി ഫുഡ് സ്റ്റെപ്പ് റണ്ണിങ് ഹിയർ ആൻഡ് ദർ, ഞാൻ എന്ത് കേൾക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിൻ്റെ സൗണ്ട്, കാലച്ചുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഇൻ സ്റ്റാർക്ക് ഡേ ലൈറ്റ് ഐ ഓപ്പൺ മൈ ഐസ് പേഴ്സിങ് ത്രൂ ലെയേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. സോ ഡേ ലൈറ്റിൽ ഞാൻ എന്താണ് ഇരുട്ടിൻ്റെ ലെയേഴ്സിലൂടെ ഞാൻ കണ്ണ് തുറക്കുന്നുണ്ട്. ഹൗ മെനി ഫിഗേഴ്സ് യു ആസ്ക് മീ ടു ടെൽ ദം ബൈ നെയിം. സോ ഒരുപാട് ആളുകളുണ്ട്, എത്ര ആളുകളുണ്ട്, എത്ര ഫിഗേഴ്സ് ഉണ്ട് അവിടെ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് പറയാൻ വേണ്ടി നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ രീതിയിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
Like the dot in a question mark, I am slipping down memory line and you give me a brain teaser. So ഞാൻ എന്താ ക്വസ്റ്റ്യൻ മാർക്കിലെ ഡോട്ട് എന്ന പോലെ ഞാൻ എന്താ മെമ്മറി ലൈനിലോട്ട് ഞാനത് സ്ലിപ്പ് ചെയ്യാണ്. ആൻഡ് എനിക്ക് എന്താണ് ബ്രെയിൻ ടീസർ വേണം, കാരണം എനിക്ക് ഇതൊക്കെ ഒന്ന് റീബാക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ സൺ എന്താണ് മദറിനോട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ പറയാണ്, യു ബെറ്റർ ആസ്ക് ദിസ് ഡ്രീം സക്കിംഗ് പില്ലോ, ദിസ് ടിയർ സ്മെല്ലിംഗ് ഹാർട്ട്, ദേ ഗിവ് യു എ ബിഗ് ഡിസേർട്ട് ഓൺ എ പ്ലാറ്റർ. സോ എന്നിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിനക്ക് ഈ ഡ്രീം സക്കിംഗ് പില്ലോ നിന്നും അതേപോലെ ഈ ടിയർ സ്മെല്ലിംഗ് ഹാർട്ടിൽ നിന്ന് കിട്ടും. ദേ ഗിവ് യു എ ബിഗ് ഡിസേർട്ട് ഓൺ എ പ്ലാറ്റർ. അതെന്താ ഒരു ബിഗ് ഡിസേർട്ട് നിനക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യും, ഒരു വലിയ മരുഭൂമി നിനക്ക് നൽകും എന്ന രീതിയിലാണ് അമ്മ പറയുന്നത് കേട്ടോ. Am I losing my eyesight, memory, life? Do you know how real hell it is if ears are alive? Now I feel my life even if I is like the cotton that touches the navel blood of an infant. Under the weight of my ears will break down. സോ ഇവിടെ പറയുന്നത് എനിക്ക് എൻ്റെ കാഴ്ച ശക്തി എന്താ നഷ്ടപ്പെടുന്നുണ്ടോ, ഓർമ്മ നഷ്ടപ്പെടുന്നുണ്ടോ, ജീവിതം നഷ്ടപ്പെടുന്നുണ്ടോ. ഇനി പറയുകയാണ് ചെവികൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ അത് എത്ര നരകതുല്യമാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഒരു കുഞ്ഞിൻ്റെ പൊക്കിൾ രക്തത്തിൽ തൊടുന്ന പഞ്ഞി പോലെ അയവ് വന്നാലും ചെവിയുടെ ആ വെയിറ്റ് കൊണ്ട് എൻ്റെ ജീവിതം തകർന്നു പോകുമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന രീതിയിലാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മദർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത് കേട്ടോ. മദർ പറയുകയാണ്, അണ്ടർ ദ വെയിറ്റ് ഓഫ് മൈ ഇയേഴ്സ് വിൽ ബ്രേക്ക് ഡൗൺ. സോ ഈ ഇയേഴ്സിൻ്റെ വെയിറ്റ് കൊണ്ട് എൻ്റെ ഈ ഒരു പെയിൻ എന്താണ് ലൈക്ക് തകർന്നു പോകുമോ എന്ന രീതിയിലാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ പറയുന്നത്, ഷീ വാണ്ട്സ് ഹെർ ഓൺ സൺ ടു റിയലൈസ് ഹൗ ഹെല്ലിഷ് ഹെർ എക്സിസ്റ്റൻസ് ഈസ് വെൻ ഷീ ക്യാൻ മൂവ് എനി ലിംബ് ഓഫ് ഹേഴ്സ് ആൻഡ് ഓൺലി ഹെർ ഇയേഴ്സ് ആർ അലൈവ്. സോ നമ്മുടെ മകനെ മനസ്സിലാക്കി കൊടുക്കണം എന്നുണ്ട് നമ്മുടെ മദറിന്. എന്താണ് ഇവിടെ എന്ന് പറയുന്നത്, നമ്മുടെ മദറിൻ്റെ ഒരു പാർട്ട് എന്താണെന്നാണ് ചലിക്കാൻ കഴിയുന്നില്ല അല്ലേ. ഈവൻ നമ്മുടെ എന്താണ് ചെവി മാത്രമാണ് എന്താണ് ചലിക്കാൻ കഴിയുന്നത്, ബാക്കി ഉള്ളതൊന്നും ചലിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ചെവികൾക്ക് മാത്രമാണ് ജീവനുള്ള രീതിയിലാണ് ഇവിടെ മദർ പറയുന്നത് കേട്ടോ. സോ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കണ്ടീഷൻ എത്ര നരകതുല്യമാണെന്നാണ് മദർ പറയുന്നത്. ഇവിടെ സൺ എന്താണ് ചുറ്റുമുള്ള ആളുകളുടെ പേരൊക്കെ പറയുന്നുണ്ട് അമ്മയോട് അല്ലേ. ഇതെന്ന് പറയുന്നത് നമ്മുടെ മദറിൻ്റെ കോൺഷ്യസ്നെസ് ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ അമ്മ മെമ്മറി ലൈനിലോട്ട് സ്ലിപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ സൺ എന്താണ് ബ്രെയിൻ ടീസർ കൊടുക്കുകയാണ്. ആൻഡ് നമ്മുടെ മദർ ഓൾറെഡി പറയുന്നുണ്ട്, ഇവിടെ ഈ പില്ലോ എന്ന് പറയുന്നത് നമ്മുടെ മദറിൻ്റെ ഡ്രീംസ് എന്താണ് അബ്സോർവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവളുടെ ഹാർട്ട് എന്ന് പറയുന്നത് വിച്ച് സ്മൈൽസ് ഓഫ് ഹെർ ടിയേഴ്സ്, ഈ ടിയേഴ്സിൻ്റെ സ്മൈൽസ് ആണ് അവളുടെ ഹാർട്ട് എന്ന് പറയുന്നത്. അതേപോലെ അവളുടെ പില്ലോ എന്ന് പറയുന്നത് വിച്ച് ഹാസ് അബ്സോർബ്ഡ് ഓൾ ഹെർ ഡ്രീംസ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. സോ ഹീ ഷുഡ് കൺസൾട്ട്, ഇതെന്താണ് ഈ പില്ലോന് അതേപോലെ ഈ ഹാർട്ടിന് എന്താണ് കൺസൾട്ട് ചെയ്യണം എന്ന രീതിയിലൊക്കെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ പോയം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ആണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പോം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.